നമസ്കാരം, എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ ബീറ്റ്റൂട്ട് വഴറ്റിയതിൻ്റെ റെസിപ്പി. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതിൽ എന്താ പറയുക, അധികം ഓയിലില്ല, മാത്രമല്ല പച്ചമുളകും സവാളയും മാത്രം മതി. വളരെ എളുപ്പമാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ബാച്ചിലേഴ്സിന് പ്രത്യേകിച്ചും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്ന വീഡിയോസൊക്കെ കാണാൻ മറക്കരുത്. പ്രത്യേകിച്ച് നോമ്പുതുറ ഐറ്റംസ് ഒക്കെ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അടുത്ത നോമ്പുതുറ വിഭവമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് വഴറ്റിയത് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള നമ്മുടെ ബീറ്റ്റൂട്ട് വഴറ്റിയത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 3 ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഇതേപോലെ കളറുള്ള ബീറ്റ്റൂട്ട് ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ചെറിയൊരു മധുരം ഉണ്ടാവും ഈ ബീറ്റ്റൂട്ടിന്. ചില ബീറ്റ്റൂട്ടിന് ചെറിയ കയ്പ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ചെറിയ കഷ്ണം എടുത്ത് കഴിച്ച് നോക്കണം. കയ്പ്പ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട, കാരണം നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞാലും ഒരു കയ്പ്പ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നല്ല ബീറ്റ്റൂട്ട് നോക്കി തിരഞ്ഞെടുത്ത് ഞാനിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടാണ്. നമുക്കിത് ഒരു ഗ്രേറ്റർ വെച്ചിട്ട് അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഗ്രേറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് വളരെ നൈസാക്കിയിട്ട് അരിയണം. അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ദേ നമുക്ക് വളരെ നൈസാക്കിയിട്ടാണ് അരിയേണ്ടത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെയാണ് അരിയണമെങ്കിൽ പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് ജോലിയും കഴിയുന്ന ഗ്രേറ്റ് ചെയ്തിട്ടാണ്. വളരെ നൈസാക്കി എന്താ പറയുക, കുനുകുന അരിഞ്ഞിട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേപോലെ വളരെ നൈസാക്കി അരിയണം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്യണം. അത് മാത്രം അങ്ങനെയാണ് ഈ റെസിപ്പി ചെയ്യേണ്ടത് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സൗകര്യം അതുപോലെ ചെയ്തോളൂ. ഞാനിപ്പോൾ എന്തായാലും ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഗ്രേറ്ററൊക്കെ വെച്ച് ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി കുഴിയുള്ള പാത്രം, കുറച്ച് വീതിയുള്ള പാത്രത്തിലാണെങ്കിൽ പുറത്തേക്കൊന്നും പോവില്ല. അല്ലെങ്കിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ പകുതിയും പുറത്തായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഇതിലെ ചെറിയ ഹോളില്ലേ, ഇതിൽ വലിയതും ചെറുതായിട്ടുള്ള 2 ടൈപ്പ് ഗ്രേറ്ററിൻ്റെ ഹോൾസ് ഉണ്ടാവും. അതിൽ ചെറിയ ഹോൾസിൽ കൂടെ വേണം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മുറുക്കി പിടിക്കുക, എന്നിട്ട് അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 3 എണ്ണമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് കുറച്ച് ഒരു 3-4 പേർക്ക് കഴിക്കാനുണ്ടാവുള്ളൂ. അത് നല്ല ടേസ്റ്റാണ്. നമുക്കിങ്ങനെ ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അതുകൊണ്ട് 2 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞ് ഇവിടെ എനിക്കും ജാനും തികയില്ല. അതുകൊണ്ട് 3 എണ്ണെങ്കിലും മിനിമം നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ അങ്ങ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് വാട്ടാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ഞാനിവിടെ 3 എണ്ണം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ ഒരുപാട് കൂടുതൽ പോലെ തോന്നുന്നുണ്ട്, പക്ഷേ നമ്മളിത് വഴറ്റി വരുമ്പോൾ വളരെ ഇതിൻ്റെ അളവ് കുറയും. ഇനി നമുക്ക് വേണ്ടത് 2 സവാളയാണ്. 2 സവാള വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു സവാളയിലും മതി. പക്ഷേ ഞാൻ 2 സവാള എടുക്കാറുണ്ട്, എന്നാലാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. ഇതിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള നീളത്തിലങ്ങ് നൈസാക്കി അങ്ങ് അരിയാം ഇതുപോലെ. അപ്പോൾ അല്ലെങ്കിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഇട്ടോളൂ കേട്ടോ. ചെറിയുള്ളി നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ബാച്ചിലേഴ്സിന് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സൗകര്യം കുറച്ചും കൂടെ സവാളയല്ലേ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ സവാള എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ ഇതേപോലെ അങ്ങ് നൈസാക്കി അങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ സവാള കൂടുതലിട്ട് കഴിഞ്ഞാൽ അളവും കൂടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ട് കിട്ടും. സവാള ഞാൻ 2 എണ്ണം അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചും ഈ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് മാറ്റം വരും കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് ആദ്യം എടുക്കുകയാണ്. ഞാൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകാണിത്. നമുക്ക് ഇതേപോലെ തന്നെ നീളത്തിൽ അങ്ങ് വട്ടത്തിൽ വേണ്ട, ജസ്റ്റ് നടുകീറി അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് പച്ചമുളക് കുറവാന്ന് തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ പിന്നെ ചേർത്താലും മതി. ആദ്യമേ തന്നെ ഒരുപാട് പച്ചമുളക് ഇടണ്ട. കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ പച്ചമുളക് കുറച്ചിട്ടോളൂ. ഓക്കെ, പിന്നെ നമുക്ക് കറിവേപ്പില, പിന്നെ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ മാത്രം മതി ഈ സംഭവം ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക. നോൺ സ്റ്റിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രമാണ് ആ പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് ഒന്ന് ചൂടാവട്ടെ. വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പാത്രം ചൂടായി എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് വെള്ളം തുടച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴും ഒരുപാട് ഒഴിക്കണ്ട. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതൊന്ന് ചൂടാവട്ടെ. ഞാൻ പിന്നെ ഇതിൽ കടുകൊന്നും ചേർക്കാറില്ല കേട്ടോ. നിങ്ങൾക്ക് കടുക് പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കടുക് എണ്ണ ചൂടായതിന് ശേഷം അങ്ങ് പൊട്ടിക്കാം. അപ്പോൾ ഞാനിപ്പോൾ പക്ഷേ കടുക് പൊട്ടിക്കുന്നില്ല. ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഒരു 4 എണ്ണം നമ്മൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കുറച്ച് അവസാനം ഇട്ടണം കേട്ടോ നമുക്ക്. അപ്പോൾ കുറച്ച് കറിവേപ്പില മാത്രം ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണേ. എന്നിട്ട് നമുക്കിതങ്ങ് വഴറ്റി കൊടുക്കാം. ഇതൊരു വാടി വരുന്ന സമയത്ത് വേണം ഇതിലോട്ട്
നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഈ റെസിപ്പിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതെൻ്റെ അമ്മായിയുടെ സ്പെഷ്യാലിറ്റിയാണ്. അമ്മായിയുടെ എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നത് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് ഞാൻ എൻ്റെ അമ്മായിയുടെ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോഴാണ്. അമ്മായി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ രണ്ടാമത്തെ പെങ്ങൾ ത്രിപുരമായി പുറത്തശ്ശേരിയിലാണ് അമ്മായിയുടെ വീട്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ 2 മാസം വെക്കേഷനുള്ളപ്പോൾ കുറച്ച് ദിവസം അമ്മായിയുടെ വീട്ടിൽ നിൽക്കാൻ പോകും. അന്ന് ഞാനിങ്ങനെ ബീറ്റ്റൂട്ടൊന്നും അധികം കഴിച്ചിരുന്നില്ല. അന്ന് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല ബീറ്റ്റൂട്ട്. ഞാൻ അമ്മായിയുടെ വീട്ടിൽ പോയിട്ട് ആണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ടേസ്റ്റിൽ ബീറ്റ്റൂട്ട് കഴിക്കുന്നത്. അപ്പം അമ്മായി ഇങ്ങനെ നൈസായിട്ട് ഞാൻ നേരത്തെ കത്തി കൊണ്ട് അരിഞ്ഞ് കാണിച്ചിരുന്നില്ല, ഇതുപോലെയാണ് അരിഞ്ഞ് കുക്ക് ചെയ്യാറുണ്ടായിരുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആ വീട്ടിലേക്ക് വന്ന് ഞാൻ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കി തരാൻ തുടങ്ങി അമ്മ. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നാളികേരമൊന്നും ഇല്ലല്ലോ, തേങ്ങയൊന്നും ഇഷ്ടമില്ലായിരുന്നു പണ്ട്. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ സെയിം തന്നെ നമുക്ക് ക്യാരറ്റും ചെയ്യാം, അത് നല്ല ടേസ്റ്റാണ്. രണ്ടും ഞാൻ ചെയ്യാറുണ്ട് ഇതുപോലെ. ഇങ്ങനെ അരിഞ്ഞ് പ്രത്യേകിച്ചും ഇത് ക്യാരറ്റൊക്കെ ഇതേപോലെ നൈസാക്കി അരിഞ്ഞ് ചെയ്യുമ്പോൾ കഴിക്കുമ്പോൾ തന്നെ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും. അപ്പോൾ ഒരുപാടങ്ങ് ബ്രൗൺ ഷെയ്ഡ് ആവാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ലൈറ്റായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. ഈ പരുവം മതി. നമുക്കിതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ചുണ്ടത്ത് കുറച്ച് പരട്ടാട്ടോ, ഇച്ചിരി കളർ വന്നോട്ടെ ചുണ്ടിന്. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ സീനിയർ ചേച്ചിമാരൊക്കെ കാണിക്കുന്നതായിരുന്നു ചുണ്ടിന് കളർ വരാൻ വേണ്ടിയിട്ട്. കോളേജിൽ പോകുന്ന സമയത്ത് ബീറ്റ്റൂട്ട് എടുത്ത് ചുണ്ടിൽ തേക്കുക. അതുപോലെ തന്നെ മല്ലിയുടെ ഇലയാന്ന് തോന്നുന്നു, മല്ലിയുടെ ഇല പിഴിഞ്ഞ് ചാറെടുത്തിട്ട് ചുണ്ടിൽ തേക്കുക. എന്തൊക്കെയായിരുന്നു എന്നറിയോ? ഞാൻ പക്ഷെ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. സത്യമാണ്, സത്യം മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇടയ്ക്ക് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. നമുക്ക് അടച്ച് വയ്ക്കാം, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് അടി പിടിക്കൊന്നുമില്ല, എന്നാലും നമ്മളൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യണം. വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം വറ്റിച്ചെടുത്താൽ മതി. നോക്കണം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അതായത് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ചെറിയൊരു മധുരവും എരിവും ആണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഉപ്പ് ഇച്ചിരി കൂടെ ആവാം, ബാക്കി എരിവൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇതേപോലെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അത് എരിവ് കുറവുണ്ടെങ്കിൽ ഒരു 2 പച്ചമുളകൊക്കെ വേണമെങ്കിൽ കീറിയിട്ട് കൊടുക്കാം കേട്ടോ. ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ഇത് അങ്ങ് ഉലർത്തിയെടുക്കാം. അതായത് എക്സസ് ആയിട്ടുള്ള വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് വറ്റിച്ചെടുത്താൽ മതി. കുക്കിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. വെള്ളം മാത്രം വറ്റിച്ചാൽ മതി. ഒരു 10 മിനിറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് കുക്കായി കിട്ടാൻ. അടച്ചു വെച്ചിട്ട് അതിപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി അനുസരിച്ചും പിന്നെ ബീറ്റ്റൂട്ടൊക്കെ അനുസരിച്ച് മാറ്റങ്ങൾ വരും. പിന്നെ ഇതേപോലെ തീൻ്റെ അനുസരിച്ച് മാറ്റം വരും. ബീറ്റ്റൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ആദ്യം ബീറ്റ്റൂട്ട് എടുത്തപ്പോൾ എന്തോരം എമൗണ്ടാണ് തോന്നിയത്, അളവ് കൂടുതൽ തോന്നിയില്ല. ഇപ്പോൾ വഴണ്ട് വന്നപ്പോൾ കുറച്ച് എമൗണ്ട് ഉള്ളൂ. ഇപ്പോൾ ഇതൊരു 4-5 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരളവ് കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ഫൈനലായിട്ട് ഒന്നും കൂടെ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അത് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും ഇഷ്ടം പോലെ. സവാള ഇതേപോലെ കാണണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് പോയിൻ്റ് ആയിരുന്നു ഞാൻ പറയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ, മറന്നുപോയാ. പിന്നെ ഈ ബീറ്റ്റൂട്ടിന് ചില ബീറ്റ്റൂട്ടിന് അധികം സ്വീറ്റ് അല്ലാത്ത ബീറ്റ്റൂട്ട് ഉണ്ടാവും, വലിയ വികാരമൊന്നും ഇല്ലാത്ത ബീറ്റ്റൂട്ട് ഉണ്ടാവും. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു നുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇതിൽ പഞ്ചസാര ചേർക്കുന്നില്ല, കാരണം ഇത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ബീറ്റ്റൂട്ടാണ് ഓൾറെഡി തന്നെ. അപ്പോൾ ഇനി ഇതിൽ മധുരം കോരിയിട്ടാൽ ശരിയാവില്ല. അപ്പോൾ ഞാനിവിടെ നിർത്തുകയാണ്. ബീറ്റ്റൂട്ട് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്, ഇതിലത്തെ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ മാറിയിട്ടുണ്ട്. ഓഫ് ചെയ്യാം. ഫൈനലായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ എന്ത് ചെയ്യണം, കുറച്ച് കറിവേപ്പില മേലേക്കൂടെ അങ്ങ് മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ, അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതിയേ. അത് ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുന്നു മാത്രം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ അതിൻ്റെ മേലേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എക്സസൈസ് ഇതിനുള്ളിൽ നിന്നൊക്കെ എടുത്ത് വടിച്ചിടുക. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം ഒരു 5 മിനിറ്റ്. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ജസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും വെക്കാം. ചപ്പാത്തിയുടെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് നമുക്കിത് വെക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താ പറയുക, എന്നാലും ഉണ്ടാക്കി ചക്കട പോലെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. ബീറ്റ്റൂട്ട് എല്ലാത്തിൻ്റെ കൂടെ പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാനിപ്പോൾ ചോറും തൈരും ബീറ്റ്റൂട്ടും കൂടിയാണ് കഴിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഉണക്കപ്പയർ വെച്ചിട്ടുണ്ടായിരുന്നു. ഉണക്കപ്പയർ വെറുതെ ചാറുകറി പോലെ, അതും ആണ് ഇന്നത്തെ എൻ്റെ
ഊണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഫൈനലായിട്ട് ഞാനിതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ടേസ്റ്റ് ചൂട് 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 ചൂട്. അടിപൊളിയുണ്ട്, കുശാലായിട്ടുണ്ട്. വേറെ കറിയൊന്നും വേണ്ട, ഈ ഒറ്റ കറി മതി നമുക്ക്. അതായത് എരിവുണ്ട്, ഉപ്പുണ്ട്, എല്ലാ ടേസ്റ്റും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു ചെറിയൊരു മധുരമൊക്കെ ഉള്ളൊരു വഴറ്റിയതാണിത്. അപ്പം ഇതിൻ്റെ കൂടെ തൈരും അച്ചാറും ഇതും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെങ്കിൽ ലാവിഷ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു കറിയും കൂടെ ആക്കാം. പക്ഷേ ഇത് മാത്രം ഉണ്ടെങ്കിലും അസ്ഥിലായിട്ട് നമുക്ക് ചോറുണ്ണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തുബുരമായിക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അമ്മായി കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം അമ്മായി നമ്മുടെ പഴയകാല ഓർമ്മകളൊക്കെ ഇതാ വീണ്ടും ഞാൻ പൊളിതട്ടി എടുത്തിട്ടുണ്ട്. ഞാനും കൂടെ വന്നിരുന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് ഓർക്കാൻ ഈ ഒരു വീഡിയോ സഹായകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ചേട്ടാ കഴിച്ചോണ്ടിരിക്കണ ആട്ടുകുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം. ആട്, പശു, ലസ്സി പറഞ്ഞിട്ടുണ്ട്, അവർ റെഡിയാക്കുന്നുണ്ട്.